നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് കോഴിമുട്ട എന്ന് പറയുന്നത്. നമുക്കതുകൊണ്ട് നല്ല അടിപൊളി ഒരു പെരട്ടുണ്ടാക്കി തരും. കുരുമുളകൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്കത് ചെയ്യാം. ഒരു പാത്രത്തിലോട്ട് മാറ്റാം. പാൻ ഒന്ന് ചൂടായതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. മല്ലിയും കൂടി ഇട്ടിട്ടുണ്ട്. പെരുംജീരകം, ചെറിയ ജീരകം, ഒരല്പം കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. പൊട്ടി വരുമ്പോഴത്തേക്കും അങ്ങ് മാറ്റിയേക്കണം. അതേ പാൻ്റെ അകത്തോട്ട് തന്നെ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഈ മുറിച്ച് വെച്ചിരിക്കുന്ന മുട്ട അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ആ കളർ മാറ്റം വരുമ്പോഴത്തേക്കും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. രണ്ട് ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പോഴത്തേക്കും കോരിങ്ങെടുക്കണം. ഇതങ്ങ് അടച്ചു വെക്കാം. ഇവിടെ ഇരിക്കട്ടെ. ഒരല്പം എണ്ണ കൂടെ ഒഴിക്കുകയാണ്. ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളക്, നേരത്തെ ആ വറുത്ത് വെച്ചിരിക്കുന്ന മസാലയൊക്കെ ഇല്ലേ പൊടിച്ചെടുത്തിട്ട് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചൊന്ന് അരയ്ക്കണം കേട്ടോ. പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരല്പം കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുന്നുണ്ട്. ഈ സമയത്ത് അരച്ച് വെച്ചിരിക്കുന്ന ഇങ്ങോട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതുകൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെക്കാം. ശമ്പള 2 മിനിറ്റോളമായിട്ട് ഇനി നമുക്ക് തുറന്നു നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ ഗ്രേവിക്കകത്തോട്ട് ഈ മുട്ട അങ്ങോട്ട് പെരട്ടി അങ്ങോട്ട് വെക്കുക. ഒന്ന് ചൂടായതിന് ശേഷം വാങ്ങി അങ്ങോട്ട് വെക്കുക. മുട്ട കൊണ്ട് എന്തെല്ലാം ഫുഡുണ്ടല്ലേ. പക്ഷേ ഇതുപോലെ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ? ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും.